ഇന്നലെ സംസ്ഥാനത്തെ രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഇന്നലെ വോട്ടെടുപ്പ് നടന്നു. അതേസമയം പശ്ചിമബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പുമാണ് നടന്നത്. പശ്ചിമബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിലെ പോളിംഗ് ശതമാനം ഞെട്ടിക്കുന്നതാണ്. 92.35% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതായത് SIRന് ശേഷമുണ്ടായ ഈ പോളിംഗ് ശതമാന കണക്കുകൾ കൂടിയാണ് ഇതെന്ന് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മിക്ക ജില്ലകളിലും 90%-ലധികം വോട്ടർമാരാണ് ബൂത്തുകളിലെത്തിയത്. കനത്ത സുരക്ഷയിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. പക്ഷേ നിരവധി അനിഷ്ട സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ ബാക്കിയുള്ള 142 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മെയ് 29 നടക്കും. വോട്ടെണ്ണൽ നടക്കുക എല്ലായിടത്തെയും പോലെ 4-ാം തീയതി തന്നെയാണ്. അതേസമയം തമിഴ്നാടിൻ്റെ ചിത്രം പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിൽ പോളിംഗ് ശതമാനം 85.03%. തമിഴ്നാട്ടിൽ ഇതാദ്യമായിട്ടാണ് പോളിംഗ് 80% കടക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. 2021 11% വർധനവ് ഉണ്ടായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമായിട്ടുണ്ട്. 25 ലക്ഷത്തോളം വോട്ടുകൾ ഇക്കുറി അധികം പോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സാഹചര്യം? ഇത് നൽകുന്ന സൂചനകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. കിരൺ ബാബു ഉണ്ട്. കിരൺ, പശ്ചിമബംഗാളിൻ്റെ സാഹചര്യമാണെന്ന് തോന്നുന്നു ഇതിൽ ഏറ്റവും പ്രത്യേകം പരാമർശിക്കേണ്ടത്. കാരണം BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന വലിയ രീതിയിൽ ചില സാധ്യതകളൊക്കെ നടത്തി മുന്നേറുന്ന സ്ഥലമാണ്. SIRൻ്റെ പ്രതിഫലനം ഏറ്റവും അധികം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്റ്റേറ്റാണ്. അവിടെയാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം. യഥാർത്ഥത്തിൽ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ മാറ്റം കണക്കുകളിൽ മാത്രമാണോ ഉണ്ടായിരിക്കുന്നത്? വോട്ടർമാരുടെ എണ്ണത്തിൽ അത് എത്ര കണ്ട് പ്രതിഫലിച്ചിട്ടുണ്ട്? സജിത, കേരളത്തിലടക്കം ആകെ പോളിംഗ് ശതമാനത്തിൽ വർധനമുണ്ടായിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ പോലെയല്ല. ബംഗാളിലെ 1-ാം ഘട്ടത്തിലും തമിഴ്നാട് ഒറ്റഘട്ടമായിട്ടാണ് നടന്നത്. അവിടെയും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ ശതമാനത്തിലെ വർധനവ് ആകെ ഉണ്ടായിരുന്ന വോട്ടർമാരുടെ എണ്ണത്തിലുള്ള ഒരു വലിയ വർധനവായി കണക്കാക്കാൻ പൂർണ്ണമായും കഴിയില്ല. കാരണം ഈ 2 സംസ്ഥാനങ്ങളിലും SIR നടപ്പാക്കിയപ്പോൾ വലിയൊരു വിഭാഗം വോട്ടർമാരെ ഒഴിവാക്കിയിരുന്നു. 92 ലക്ഷത്തോളം വോട്ടർമാരാണ് ബംഗാളിൽ നിന്ന് SIRന് ശേഷം ഒഴിവാകുന്നത്. ഏകദേശം 1 കോടിയോളം വരുന്ന വോട്ടർമാർ അവിടെ 7.2 കോടിയാണ് അവിടുത്തെ ആകെ വോട്ടർമാരുള്ളത്. അതിൽ 12% വോട്ടർമാർ, മുമ്പുണ്ടായിരുന്ന 12% വോട്ടർമാർ, 10-ൽ ഒരാളെ വീതം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവായിപ്പെട്ടിട്ടുണ്ട്. 92 ലക്ഷം വോട്ടർമാരാണ് ഇങ്ങനെ മാറിയത്. ഇത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി നുഴഞ്ഞു കയറിയ ആളുകളാണ് എന്നൊക്കെയാണ് പ്രധാനമായും പറയുന്നത്. ബംഗാൾ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയവും ഇതുതന്നെയായിരുന്നു. കേന്ദ്ര സർക്കാരും BJPയും ആവർത്തിച്ച് പറയുന്നത് ഇത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ആളുകളെയാണ് ഇത്തരത്തിൽ ഒഴിവാക്കിയത് എന്ന് പറയുമ്പോൾ ബംഗാളിലെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ആരോപണം ഉന്നയിക്കുന്നത് അതിർത്തി കാക്കുന്നത് BSF ആണ്. BSFൻ്റെ സമ്മതം